ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹെദർ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നുള്ളത് വേറെ കലാത്തിയുടെ സെയിൽ വീഡിയോ ആയിട്ടാണ്. അത് വേറെയെന്ന് ഉദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ ഇട്ടിരുന്നു. അത് കൂടാത്ത അതിൽ വെക്കാത്ത അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അതിൽ വെക്കാത്ത കുറച്ച് കലാത്തിയ വെറൈറ്റീസാണ് കേട്ടോ നമ്മൾ ഇതിനകത്ത് വെക്കണത് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാത്തിൻ്റെയും ഐഡിയ ഒന്നും എനിക്കറിയില്ല, അറിയാവുന്നത് ഞാൻ പറഞ്ഞു പോവാം ഇതിൻ്റെ കൂട്ടത്തിൽ കേട്ടോ. അപ്പോൾ ഇന്നുള്ള വെറൈറ്റികളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഇതേ 6 വെറൈറ്റി കേട്ടോ, 6 എണ്ണം അതിൽ വെച്ചിട്ടുള്ള 6 വെറൈറ്റിയാണ് നമ്മളിന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ. ഓരോന്നും സൈസും അതുപോലെ തന്നെ റേറ്റും ഞാൻ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞു പോവാം കേട്ടോ. എനിക്കറിയാവുന്നതിൻ്റെ ഐഡിയ ഞാൻ പറയാം, എല്ലാത്തിൻ്റെയും എനിക്കറിയില്ല, അറിയണതിൻ്റെ ഞാൻ പറഞ്ഞു പോവാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റത്തെ പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ റെഡ് വൈൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ, കലാത്തിയ റെഡ് വൈൻ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്ലാന്റ് വരുന്നത്. എല്ലാത്തിനും ഷൂട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ, ചിലതിനകത്താണ് ഷൂട്ടുള്ളത്, ചിലതിനകത്ത് ഇങ്ങനെ മുളകൾ വരുന്നിങ്ങനെ അങ്ങനത്തെ പ്ലാന്റുകളാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നമുക്ക് 165 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് നമുക്ക് ഏകദേശം ഒരു 7 പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ, അധികമില്ല. നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. ഇതിൻ്റെ നമുക്കൊരു 4 പോട്ടങ്ങളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം സ്റ്റോക്ക് ഇല്ലാണ്ടല്ല, ഞാൻ പറഞ്ഞില്ല, കുറേ പ്ലാന്റുകൾ ഇത്തവണ അവർ മര്യാദയ്ക്ക് അയക്കാണ്ട് നമുക്ക് ഡാമേജ് വന്നു. അതായത് ലീഫൊക്കെ ഒടിഞ്ഞു നുറുങ്ങി. അപ്പോൾ അതെല്ലാം ഞാൻ വെട്ടിയിട്ട് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ എനിക്കൊന്നും സെയിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൽ നിന്ന് ഞാൻ നല്ലത് നോക്കിയിട്ടാണ് ഞാൻ തിരഞ്ഞ് വെച്ചിട്ടുള്ളത് പോട്ടോട് കൂടിയിട്ട്. ബാക്കിയൊക്കെ ലീഫ് ഒടിഞ്ഞിട്ടോ എല്ലാം ഞാൻ മാറ്റി. കാരണം 3-4 ഷൂട്ടുള്ള പോട്ടിൽ 2-3 ലീഫുള്ളൂ വെട്ടി അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇല്ല എന്ന് പറയണത്. ചെടി ഇല്ലാഞ്ഞിട്ടല്ല, ഡാമേജ് ഉള്ളത് ഞാൻ കൊടുക്കണ്ടെന്ന് കരുതിയിട്ടാണ് എല്ലാം വെട്ടി മാറ്റി വെച്ചേക്കാണ്. ഇതാണ് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് വെറൈറ്റി വരുന്നത്. ഇതിൽ 2 ഷൂട്ട് 3 ഷൂട്ട് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ പോട്ടിൽ. നമുക്കൊരു 4 പോട്ടേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിനും റേറ്റ് വന്നിട്ട് 165 കേട്ടോ. 3 ഷൂട്ട് 4 ഷൂട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് ലെമൺ ലൈം എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കേട്ടോ. മരാന്ത വെറൈറ്റിയാണ്, ലെമൺ ലൈം എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത്. ചിലതിനകത്തൊക്കെ ഇതേ കണ്ട ഇങ്ങനെ ഒരേ ഷൂട്ട് ചിലതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മളിതൊന്നും എടുത്തിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് ട്രേഡകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ കാറ്റ് ഊതുമ്പോൾ ഇപ്പം നിലത്ത് വീഴും. 4 എണ്ണം ഞാനിപ്പോൾ കൊടുക്കാൻ വേണ്ടി വെച്ചുള്ളൂ. കാര്യം ഇത് നല്ല ഫ്രഷ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന, കംപ്ലൈൻ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ കൊടുക്കണത് ഞാൻ 4 എണ്ണേ കൊടുക്കണുള്ളൂ. കാരണം ഇതിന് ഭയങ്കര റേറ്റാണ്, പിന്നെ എപ്പോഴും കിട്ടണതും അല്ല, വളരെ റയറായിട്ട് കിട്ടണ വെറൈറ്റിയാണ്. മരാന്തയുടെ കുറേ വെറൈറ്റികൾ കണ്ടിട്ടുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വെറൈറ്റിയാണ് കേട്ടോ മരാന്തതുപോലെ. കാരണം നോയുടെ ഒക്കെ എൻ്റെ കയ്യിൽ കഴിഞ്ഞിരിക്കുക. ക്രിസ്റ്റാറ്റ കഴിഞ്ഞ തവണ ഞാൻ ഒരു വെറൈറ്റി ഇട്ടിരുന്നത്, അത് വേറെയാണ് കേട്ടോ, അത് കോമൺ ആയിട്ടുള്ളതാണ്. ഇത് നോയിഡും ക്രിസ്റ്റാറ്റും വിട്ട് അതിലും കുറച്ചുകൂടി റയറായുള്ള വെറൈറ്റിയാണ് കേട്ടോ. ലെമൺ ലൈം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ചിലവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഇത് കളക്ട് ചെയ്യണവരുടെ കയ്യിൽ. അപ്പോൾ 4 പ്ലാന്റ് കേട്ടോ ഇതിൻ്റെ നമുക്ക്. ഈ ഒരു 4 പ്ലാന്റാണ് നമുക്ക് ഇതിൻ്റെ കൊടുക്കാനുള്ളത്. ബാക്കിയെല്ലാം ഞാൻ പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചേക്കാണ്. കാരണം മരാന്ത നമുക്ക് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ്, പെട്ടെന്ന് കട്ടിങ് എടുത്ത് വെക്കണതാണല്ലോ. കണ്ട, ഇതിപ്പോൾ ഒരു ഞോടാണ്. ഈ ഞോട് നോക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് പിടിപ്പിക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ജിഫി തീർന്നിരിക്കണ കാരണം ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ 4 എണ്ണേ ഞാൻ ഇതിനകത്ത് ഈ ഒരു മരാന്ത കൊടുക്കണമല്ലോ. കണ്ടുവല്ലോ, ഇതിൻ്റെ ഡിസൈൻ കണ്ടുവല്ലോ. ചിലർക്ക് തോന്നും ചിലപ്പോൾ കോമൺ അല്ലേന്ന്. കോമൺ അല്ല. ലെമൺ ലൈം ഒന്ന് നോക്കിയാൽ മതി, ഓരോന്നിൻ്റെയും ഐഡിയ. മരാന്തയുടെ ഫോട്ടോസ് എടുത്തിട്ട് ഗൂഗിളിൽ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ. അപ്പോൾ ഇതിന് റേറ്റ് വന്നിട്ട് 250 രൂപയാണ് കേട്ടോ ഇതിന് റേറ്റ്. ഞാൻ ഇത്ര വിലയുള്ളതുകൊണ്ട് തന്നെയാണ് 4 ഞാൻ വെക്കണത്. കാരണം ഇത്ര വിലയ്ക്ക് ചിലപ്പോൾ എല്ലാവർക്കും പറ്റുമെന്നുള്ള അറിയില്ല. എനിക്കാണെങ്കിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും വളരണം. അതായത് ഇത് നമ്മൾ റീപോർട്ട് ചെയ്ത് വെച്ചിട്ട് ഇനിയും വളർന്ന് ഓരോ ഞോട് വരുമ്പോഴേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനിപ്പോൾ ഞോട് വന്നിട്ടുണ്ട്, പക്ഷേ എന്ന് കരുതി ഇത് കട്ട് ചെയ്ത് ചിലപ്പോൾ മൊത്തത്തിൽ പോയി ഇത്തിരിയോടെയും ലെങ്ത്ത് വെച്ചിട്ട് ബ്രാഞ്ചസ് ഒക്കെ വരണം, എന്നാലേ നമുക്ക് കണ്ടു. അപ്പോൾ ഇതിപ്പോൾ ലെങ്ത്ത് വന്ന് ഇനിയിപ്പോൾ ഇവിടെ നിന്നും വിട്ട് ലെങ്ത്ത് വന്നാലാണ് എനിക്ക് കട്ട് ചെയ്ത് പിടിപ്പിക്കാൻ പറ്റുള്ളൂ. അതും മണ്ണിൽ പിടിപ്പിക്കാനും ബാറ്ററി സാധനം ജിഫിയിൽ പിടിപ്പിക്കണം. മണ്ണിൽ പിടിപ്പിച്ച എളുപ്പം നമുക്കിത് പിടിച്ച് കിട്ടില്ല, ചിലപ്പോൾ കംപ്ലൈൻറ്റ് വന്ന് പോകാൻ ചാൻസാണ്. ജിഫി ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലാതാനും, എനിക്കത് ഇനി വേറെ ഓർഡർ കൊടുത്ത് വരുത്തിക്കണേ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കളക്ഷൻ ചെയ്യണവർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാം എന്ന് കരുതിയിട്ട് ഇട്ടതാണ് കേട്ടോ. കാരണം ഇത്ര വിലയായ കാരണം മിക്കയിലും ഓരോ ഷൂട്ടിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ലേ, ഇതിലുണ്ട് ഷൂട്ട്, അതുപോലെ ഇതിലൊരു ഷൂട്ടുണ്ട്, ഇതിലൊരു ഷൂട്ടുണ്ട്. ഇതിലിങ്ങനെ ബ്രാഞ്ചായിട്ടാണ് വന്നേക്കുന്നത്, ഷൂട്ടായിട്ടല്ല. തിക്കിൽ വേറൊരു ബ്രാഞ്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വെറൈറ്റി വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ.
ഇതിൻ്റെ കുറേ പ്ലാന്റ് ഇത്തവണ ഒടിഞ്ഞു നുറുങ്ങിയിട്ടാണ് എനിക്ക് വന്നത്. എനിക്ക് എന്താ പറയുക, അപ്പം നിങ്ങൾക്കൊക്കെ അയക്കണ പോലെ നമുക്ക് വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലും എന്നോട് പറയാം. പക്ഷെ നമുക്ക് ഇത് അവരോട് പറഞ്ഞാലും ഒരു കാര്യമില്ല, അവർ വേണമെങ്കിൽ വന്നെടുത്തോളാൻ പറയും, അത്രയ്ക്ക് തന്നെയാണല്ലോ. എന്ത് വന്നാലും നമുക്കൊരു കംപ്ലയിൻറ്റോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർ നെക്സ്റ്റ് ടൈം റെഡിയാക്കാമെന്നേ പറയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കുറേ പ്ലാന്റ്സ് ഞാൻ വർത്തിച്ചിട്ടുണ്ടായിരുന്നു. പകുതി മുക്കാലും ഇപ്പം ഞാൻ 4 എണ്ണമാണ് ഞാൻ സെയിലിന് വെച്ചിട്ടുള്ളത്, മൂന്നെണ്ണാന്ന് തോന്നുന്നു കേട്ടോ. പകുതി മുക്കാൽ പ്ലാന്റും എൻ്റെ ഇതിൻ്റെ ഡാമേജ് വന്ന് ലീഫ് ഒടിഞ്ഞു നുറുങ്ങിയിരിക്കുക. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നീട് കുറേ ഞാൻ നല്ല വെട്ടി കളഞ്ഞു. ഇതേ കണ്ട, ഇതിനകത്ത് 3 ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. പ്ലാന്റ് വന്നിട്ട് 3 ഷൂട്ട്, എല്ലാത്തിലും ഒരു 3 ഷൂട്ട് കാണും കേട്ടോ. പിന്നെ ഒരെണ്ണം അറ്റത്ത് വെച്ചിട്ടുണ്ട് കണ്ട. ഇതുപോലെ ഇതിനിപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ഒടിവ് വന്നിട്ടുണ്ട്. ഇതൊന്നല്ല, ഫുള്ള് ഒടിഞ്ഞു നുറുങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് ഇത്തവണ. അത് ഒരു മര്യാദയ്ക്ക് ചെയ്യാണ്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് കേട്ടോ. ഇത് പിങ്ക് അറോറയാണ് കേട്ടോ. സിൽവർ പ്ലേറ്റ് പിങ്ക് അറോറ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇതിന് നമുക്ക് റേറ്റ് വന്നിട്ട് 170 കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. 3 ഇതിൻ്റെ നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ, അധികമില്ല. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഓർബിഫോളിയാണ് കേട്ടോ. ഇതിൻ്റെയും നമുക്ക് കുറേ ഇത് ഇത്തവണയല്ല, ഇതിന് മുന്നത്തെ തവണ വന്നിട്ടുള്ളതാണ്. പക്ഷേ തീരെ ചെറുതായി അറിഞ്ഞാന്ന് വെച്ചേക്കായിരുന്നു. ഇപ്പോഴും ചെറുത് തന്നെയാണ് ഉള്ളതിൽ. ഞാൻ വലിപ്പമുള്ളൊരു 3 എണ്ണമാണ് ഞാൻ സെയിലിനായിട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ചിലതിനകത്ത് ഷൂട്ട് വരുന്നുണ്ട് കണ്ടോ. 3 എണ്ണമാണ്. ഒരെണ്ണോടി ഉണ്ടാവും തരാനായിട്ട്. ട്രയൽ ഞാൻ അത് വെച്ചിട്ടുള്ള തിക്കായി ഇരുന്നുകൊണ്ട്. ഇതാണ് നെക്സ്റ്റ് വന്നിട്ട് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 150 കേട്ടോ റേറ്റ് വരുന്നത്. ഓർബിഫോളി, അത് നോർമൽ ഗ്രീൻ കളർ ഓർബിഫോളിയാണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വന്നുള്ളത് ഈ ഒരു വെറൈറ്റിയാണ് കേട്ടോ. എനിക്കിതിൻ്റെ ഐഡിയ അറിയില്ല. ഇതിൻ്റെ 3-4 ടൈപ്പ് ഉണ്ട്. ഭയങ്കര ഹൈറ്റ് വരുന്നുണ്ട്, അതായത് ഒരു 4 ഫീറ്റൊക്കെ ഹൈറ്റ് വരുന്ന വെറൈറ്റി ഉണ്ട്. പിന്നെ കുറച്ച് നോർമൽ കുറച്ചുകൂടി ഹൈറ്റ് വരുന്നുണ്ട്. മിനിയേച്ചർ ഉണ്ട്. ഇതൊരു മിനിയേച്ചറിൽ പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ തീരെ പൊടിയുണ്ട്, അതായത് ഇത് ഇത്രയ്ക്ക് മാത്രം ഹൈറ്റ് വരുന്ന ഒരു വെറൈറ്റി ഉണ്ട് ഇതിൻ്റെ, തീരെ മിനിയേച്ചറായിട്ട്. അങ്ങനെ 3-4 വെറൈറ്റി ഇതിൽ തന്നെ വരുന്നുണ്ട്. ഈ ഒരു പ്ലാന്റാണ് നെക്സ്റ്റ് വരുന്നത്. ഇത് നമ്മൾ ഓർഡർ കൊടുത്താൽ അവർ തെറ്റിയിട്ട് വേറൊരു വെറൈറ്റി കയറ്റി വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് നിറച്ച് തിക്ക് ഷൂട്ടുണ്ട് കേട്ടോ. അതേ കാണുന്നുണ്ടോ, ഇതിനകത്ത് കുറേ ഷൂട്ടുണ്ട്. ഞാൻ എണ്ണിയിട്ടൊന്നുമില്ല, എല്ലാത്തിനും ഷൂട്ടുണ്ട്. എന്തായാലും ഒരു 5 ഷൂട്ട് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് കൂട്ടാം. അതിന് മേലെ ഉണ്ടാവുള്ളൂ, കുറവുണ്ടാവില്ല. ഈ ഒരു പ്ലാന്റാണ് നെക്സ്റ്റ് വരുന്നത്. ഇതിന് റേറ്റ് വന്നിട്ട് 160 കേട്ടോ. അപ്പോൾ ഇത്ര പ്ലാന്റ്സാണ് നമുക്കിന്ന് സെയിലിനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റുകൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ വേറെ വെറൈറ്റികൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതി. അതിന് മുന്നത്തെ വീഡിയോയിലും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏകദേശം കുറേ വെറൈറ്റികൾ കയ്യിലുണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്, ഇതിലില്ലാത്തത്. ഇതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാന്റുകൾ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ടാവും. കൊറിയർ വന്നിട്ട് ബുധനാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഓർഡർ തരാം. കഴിഞ്ഞ ദിവസത്തെ എല്ലാം അയച്ചു. ഇനി കൊറിയർ അയക്കില്ല, ഒരുവിധമൊക്കെ എല്ലാം അയച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.